അച്ഛാ എനിക്കൊരു സംശയമുണ്ട് അച്ഛാ. എന്താ സച്ചി? അത് അത് അച്ഛാ, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, അച്ഛമ്മയുടെ വിവാഹം കഴിഞ്ഞ് എത്ര നാളായപ്പോഴാണ് അച്ഛമ്മ പ്രസവിച്ചത്? അയ്യേ, ഇതൊക്കെ നീ എന്നോടാണോ സച്ചി വന്ന് ചോദിക്കുന്നത്? എനിക്കറിയില്ല. അല്ല അച്ഛാ, എന്നാലും അതേക്കുറിച്ച് അച്ഛമ്മ എന്തെങ്കിലും പറഞ്ഞു തരാതിരുന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു സൂചന അച്ഛമ്മ തന്നിട്ടുണ്ടായിരിക്കുമല്ലോ. എടാ സച്ചി, ഇതെന്ത് സംശയമാണ് നിൻ്റെ ഈ സംശയം? എന്നാൽ പിന്നെ അച്ഛമ്മയുടെ കാര്യം പോട്ടെ. അച്ഛനും അമ്മയ്ക്കും എത്ര നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ സുധിപ്പയ്യൻ ജനിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ രവീന്ദ്രൻ പറയുന്നത്, ഈ ചെറുക്കനെ കൊണ്ട് തോറ്റു. എടാ സച്ചി, ഇതൊക്കെ എന്തൊരു സംശയമാണ് നിൻ്റെ സംശയം? എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കാരണം? ഉണ്ടച്ചാ, കാര്യമുണ്ട്. ഞാൻ ആകെ ടെൻഷനിലാണ് അച്ഛാ. ഞാൻ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ്. അച്ഛൻ എൻ്റെ ഈ ഒരു സംശയം ഒന്ന് മാറ്റിത്താ. അപ്പോൾ ഉടനെ നമ്മുടെ രവീന്ദ്രൻ പറയണം, സംഭവം നമ്മുടെ ശ്രുതിയും എല്ലാവരും ഉണ്ട് നമ്മുടെ സച്ചിയുടെ സംശയം കേൾക്കാനായിട്ട്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ്, എടാ ദേ നിൽക്കുന്നു നിൻ്റെ അമ്മ ചന്ദ്ര, അങ്ങോട്ട് അവളോട് ചോദിക്ക്, അല്ലാതെ ഇതിനൊക്കെ ഞാൻ എന്ത് പറയാനാണ് എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചിക്ക് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സംശയം ഉണ്ടായത്? എന്തിനാണ് സച്ചി ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ ഊടായ്പ കൊണ്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയണ്ടേ? അപ്പോൾ അതിലേക്കൊക്കെ വരാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോവുകയാണ്. 23-ാം തീയതിയിലെ ഇന്നലത്തെ ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ രേവതിക്ക് ഭയങ്കര നാണം, ഭയങ്കര ചമ്മലാണ്. നമ്മുടെ രേവതി ഇങ്ങനെ എന്താ പറയുന്നത്, രേവതിക്ക് ശരിക്കും ചന്ദ്രമതിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ 32 വെളിയിലിട്ടുകൊണ്ടാണ് നമ്മുടെ രേവതി നടക്കുന്നത്. അതായത് ചിരിച്ചുകൊണ്ട് നടക്കുകയാണ് നമ്മുടെ രേവതി. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ രേവതി വരെയാണ്, കുളിച്ച് ഒരുങ്ങി സുന്ദരിയായിട്ടൊക്കെ രേവതി വരെയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ചോദിക്കുകയാണ്, നീ അതിരാവിലെ കുളിച്ചിട്ട് ഇത് എങ്ങോട്ട് പോവുകയാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ രേവതി പറയണം, അമ്മേ വിളക്ക് കത്തിക്കണ്ടേ? വിളക്കോ? അതെ അമ്മേ, പൂജാമുറിയിൽ വിളക്ക് കത്തിക്കാൻ പോവുകയാണ്. രാവിലെ കുളിച്ചിട്ടാണോ നീ പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്നത്? അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് നിന്റെ അമ്മ അതൊന്നും പറഞ്ഞല്ലേ നിന്നെ വളർത്തിയത്? എൻ്റെ അമ്മ എനിക്ക് നല്ല കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. എനിക്കതേക്കുറിച്ചൊക്കെ അറിയുകയും ചെയ്യാം. പിന്നെ രാവിലെ കുളിച്ചുകൊണ്ട് പെൺപിള്ളേർ വിളക്കിൻ്റെ മുമ്പ് പോയി തൊഴുവാൻ പറ്റുമോ? അങ്ങനെ ചെയ്തുകൊടുത്ത് നിനക്ക് ഇതുവരെ അറിഞ്ഞുകൂടെ രേവതി? അമ്മേ, അതങ്ങനെ അല്ല അമ്മേ, ഇത് ഞാൻ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് കുളിച്ചതാ അമ്മേ. അമ്മ വിചാരിക്കുന്ന കണക്ക് എനിക്ക് പൂജാമുറി പൊയ്ക്കിവിടാത്ത കാര്യങ്ങളൊന്നുമില്ല. എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്ക് പൂജാമുറിയിൽ പോവാം. ആഹാ, എന്താ ഇന്ന് പതിവില്ലാത്തത് കണക്കൊക്കെ? അതങ്ങനൊന്നും അല്ല അമ്മേ, എനിക്കൊരു കുഴപ്പമില്ല. എന്തിനാ പിന്നെ നീ ഇത്ര രാവിലെ എഴുന്നേറ്റ് കുളിച്ചത്? അത് പറ. അതിപ്പോൾ അമ്മ ചോദിച്ചാ അതിപ്പോൾ ഞാൻ എങ്ങനെ അമ്മയോട് പറയുക? എന്താ പറഞ്ഞാൽ എന്താ കുഴപ്പം? അത് പിന്നെ ഞാൻ എന്താ അമ്മയോട് പറയുക? അതെ, എന്നാലേ നീ നേരെ അടുക്കളയിലേക്ക് പോവ്. അടുക്കളയിൽ നിന്നെ കാത്തേ ഒരുപാട് ജോലിയുണ്ട്. പിന്നെ പൂജാമുറിയിലൊക്കെ വിളക്ക് കത്തിക്കേണ്ടതേ നിന്റെ ജോലിയൊന്നും അല്ല, അത് ശ്രുതി ചെയ്തോളും. അപ്പോൾ ഉടനെ രേവതി പറയാണ്, പൂജാമുറിയിൽ കയറി വിളക്ക് കത്തിച്ചതിന് ശേഷം ഞാൻ അടുക്കളയിൽ കയറി പണിയെല്ലാം ചെയ്തോളാം. അമ്മേ, എന്താ അമ്മ ഇങ്ങനെയൊക്കെ? ദേ വേണ്ട, ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു രേവതി, നീ അടുക്കളയിൽ ജോലി ചെയ്താൽ മതി. പൂജാമുറിയും കാര്യങ്ങളൊക്കെ ശ്രുതി നോക്കിക്കോളും. അമ്മ, അതിന് ശ്രുതി ഇതുവരെ എഴുന്നേറ്റില്ലല്ലോ. ആരാ പറഞ്ഞത് എഴുന്നേറ്റില്ല എന്ന്? അവൾ എഴുന്നേറ്റും കാണും, കുളിച്ചും കാണും, അവൾ റെഡി ആയിട്ടും കാണും. എടീ, അവളെപ്പോലെയൊന്നും അല്ല, നിന്നെപ്പോലെയൊന്നും അല്ല ശ്രുതി. അവൾക്ക് സ്വന്തമായിട്ടൊരു പാർലറൊക്കെ നോക്കി നടത്തുന്നവളാ. അതുകൊണ്ടേ അവൾക്കറിയാം കാര്യങ്ങളൊക്കെ എങ്ങനെ കൊണ്ടെത്തിക്കണമെന്ന്. അവൾ അതിരാവിലെ തന്നെ ഉണർന്നെഴുന്നേറ്റ് പല്ല് തേച്ച് കുളിയും കഴിഞ്ഞ് റെഡി ആയിട്ട് നിൽക്കുകയായിരിക്കും. ഇപ്പം തന്നെ അവൾ വന്ന് പൂജാമുറിയിൽ വിളക്ക് കത്തിക്കും. അല്ലേ, നീ കണ്ടോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ രേവതി പറയണം, അമ്മേ, ഞാൻ വിളക്ക് വെച്ചാൽ എന്താ അമ്മയെ കുഴപ്പം? ഞാനും ഈ വീട്ടിലെ മരുമകൾ തന്നെയല്ലേ. അതിനാരാടി നിന്നെ മരുമകളായിട്ട് അംഗീകരിച്ചത്? ഒരിക്കലും ഞാൻ നിന്നെ മരുമകളായിട്ട് അംഗീകരിക്കില്ല. നീ എൻ്റെ മരുമകളല്ല. നിന്നെ ഇവിടുത്തെ അടുക്കള പണിക്ക് മാത്രമേ ഞാൻ അംഗീകരിക്കത്തുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്.
എന്നിട്ട് പറയണം പോയി മര്യാദയ്ക്ക് വിളക്ക് കത്തിക്ക് എന്നിങ്ങനെ പറയണം. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ എന്താണ് ശ്രുതി പല്ല് തേച്ച് അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഉടനെ തന്നെ രേവതി പറയണം അമ്മ പറഞ്ഞത് ശരിയാ, ശ്രുതി ദേ വിളക്ക് കൊളുത്താനായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, ദേ നോക്ക് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പെട്ടെന്ന് ചന്ദ്രമതി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് നമ്മുടെ ശ്രുതി നിന്ന് പല്ല് തേക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രമതി ചമ്മി നാശമായി പോവുകയാണ്. അപ്പോൾ ഉടനെ തന്നെ രേവതി പറയണം കണ്ടില്ലേ അമ്മേ, ഇനി ശ്രുതി പല്ലൊക്കെ തേച്ച് ഇനി കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേ ഉച്ച കഴിയും, വിളക്ക് അപ്പോൾ കത്തിച്ചാൽ മതിയോ എന്നിങ്ങനെ ചോദിക്കണം. ചന്ദ്രമതി ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കണം. രേവതി പറയണം ഞാൻ തന്നെ കത്തിച്ചോളാം എന്ന് പറഞ്ഞിട്ട് രേവതി പൂജാമുറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ പൂജാമുറിയിലേക്ക് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്രമതി ശ്രുതിയെ നോക്കിയിട്ടാണ് ഈ ശ്രുതി എന്താ ഇങ്ങനെ, ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ ശ്രുതിക്ക്, ശേ എന്താ ഈ കിടന്ന് കാണിക്കുന്നത്. രേവതി ആണെങ്കിലുണ്ടല്ലോ മെട്രോ ട്രെയിൻ പോകുന്ന കണക്കാ പോകുന്നത്, ശ്രുതി ആണെങ്കിൽ വെറും ലോക്കൽ ട്രെയിൻ പോലെ. ഈശ്വര, ഇങ്ങനെ പോവുകയാണെങ്കിലുണ്ടല്ലോ ശ്രുതിയെക്കാളും മുമ്പേ രേവതി ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കും. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു തർക്കവുമില്ല, ശ്രുതിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി വിചാരിക്കുകയാണ് ഇവളെന്താ രാവിലെ തൊട്ട് പല്ല് 32 വെളിയിലിട്ടുകൊണ്ടാണല്ലോ നടക്കുന്നത്, ഇവർക്കിടയിൽ അത് വല്ലതും നടന്നോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി ആകെ ടെൻഷനിലായിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി പൂജാമുറിയിൽ പോയി വിളക്കൊക്കെ വച്ചു. അതിനുശേഷം നമ്മുടെ രേവതി അടുക്കളയിലേക്ക് പോവുകയാണ്. അതേ സമയത്ത് നമ്മുടെ സച്ചി നല്ല ഉറക്കത്തിലാണ്. പുള്ളിക്കാരൻ ഒരു സ്വപ്നമൊക്കെ കാണുകയാണ് ഉറക്കത്തിൽ വെച്ചിട്ട്. അങ്ങനെ നമ്മുടെ എന്താണ് നമ്മുടെ സച്ചി കാണുന്ന സ്വപ്നം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ സച്ചി കാണുന്നത് നമ്മുടെ രേവതിയാണ്. രേവതിക്ക് നല്ല പെയിൻ വരികയാണ്. അങ്ങനെ രേവതി മുതുക്കൊരു വയറൊക്കെയാണ് രേവതിയുടേത്. ഇത്രയും വലിയൊരു വയറൊക്കെ ആയിട്ട് നമ്മുടെ രേവതിയെ പ്രസവത്തിലേക്കായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മുടെ സച്ചി ഉണ്ട് കൂടെ. രേവതി വേദന എടുത്തിട്ട് പൊളഞ്ഞു കിടന്ന് ഉറച്ച് കിടന്ന് നിലവിളിക്കുകയാണ്. സച്ചി പറയാണ് രേവതി കരയില്ലേ രേവതി എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ലേബർ റൂമിലേക്ക് നമ്മുടെ രേവതിയെ കയറ്റിയിരിക്കുകയാണ്. സച്ചി ആണെങ്കിൽ ഭ്രാന്ത് പിടിച്ച രീതിയിൽ ഇങ്ങനെ പുറത്ത് കിടന്ന് ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ നടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നട്ടം തിരിയുകയാണ്. എൻ്റെ ദൈവമേ, രേവതിക്ക് എന്തോന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരന് ഒരു സമാധാനവും ഇല്ല. അങ്ങനെ കുറേ സമയങ്ങൾ കഴിയാണ്. ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് നമ്മുടെ സച്ചി. അപ്പോഴേക്കും നമ്മുടെ ലേബർ റൂമിന് ഉള്ളിൽ നിന്നും ഒരു നഴ്സ് ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറയാണ് രേവതി പ്രസവിച്ച് കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയുകയാണ് നമ്മുടെ സച്ചിയിലൂടെ. ആഹാ, എന്ത് കുട്ടിയാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് കുട്ടിയെ കൊണ്ടുവരികയാണ്. ദാണ്ടേ സച്ചിയുടെ കുട്ടി എന്നും പറഞ്ഞിട്ട് സച്ചിയുടെ കൈ കൊടുക്കുകയാണ്. രേവതി പ്രസവിച്ചു, സച്ചിയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് സച്ചിയുടെ കയ്യിൽ കൊടുക്കാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ സച്ചി പറയാണ് ആഹാ എന്ന് പറഞ്ഞ് സച്ചി ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പം നോക്കുമ്പോഴത്തേക്ക് പിന്നാലെ വേറൊരു തുണി പൊതിഞ്ഞിട്ട് ഒരു കുട്ടിയും കൂടെ കൊണ്ടുവരികയാണ്. ഇതെന്താ 2 കുട്ടിയോ എന്നിങ്ങനെ സച്ചി ചോദിക്കുകയാണ്. അപ്പോൾ വന്ന നഴ്സ് പറയാണ് 2 കുട്ടിയല്ല എന്നിങ്ങനെ പറയുകയാണ്. നോക്കുമ്പോഴത്തേക്ക് 3ാമതൊരു കുഞ്ഞിനെ കൂടി കൊണ്ടുവരികയാണ്. അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയണേ ഇതെന്താ ഈ സംഭവിക്കുന്നത്, 3 കുഞ്ഞുങ്ങളോ? അപ്പോൾ ഉടനെ തന്നെ പറയണ 3 കുഞ്ഞൊന്നും അല്ല എന്നിങ്ങനെ പറയണ. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് അടുത്ത നഴ്സ് വരികയാണ്. അങ്ങനെ 4 നഴ്സുമാരും കയ്യിൽ 4 കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ സച്ചി ഇങ്ങനെ നോക്കിയിട്ട് 4 കുഞ്ഞുങ്ങളോ എന്നിങ്ങനെ വിളിക്കുകയാണ് സച്ചി. അതിനുശേഷം സച്ചി പറയാണ് അയ്യോ, എനിക്ക് 4 കുഞ്ഞുങ്ങളെ വേണ്ട, എനിക്ക് 1 കുഞ്ഞിനെ മതി എന്നിങ്ങനെ പറയണം നമ്മുടെ സച്ചി. അപ്പോൾ നഴ്സുമാർ പറഞ്ഞു അയ്യോ അത് പറ്റില്ല, ഇത് 4 നിങ്ങളുടെ കുഞ്ഞാണ്, രേവതി പ്രസവിച്ചതാ ഈ 4 കുഞ്ഞിനെയും വേണ്ട, അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് 4 കുഞ്ഞിനെ വേണ്ട, എനിക്ക് ഒരൊറ്റ കുഞ്ഞിനെ മതി എന്നും പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അവിടെ കിടന്ന് ബഹളം വയ്ക്കുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ സച്ചിയുടെ സ്വപ്നമാണ്. സച്ചി സ്വപ്നത്തിലാണ്. സച്ചി മുറിയിൽ കിടന്ന് കണ്ണ് 2 ഇങ്ങനെ അടച്ചു വെച്ചിട്ട് കൈ 2 എടുത്ത് ഇങ്ങനെ ഇട്ട് വേണ്ട എനിക്ക് 4 കുഞ്ഞിനെ വേണ്ട, എനിക്കൊരു ഒറ്റ കുഞ്ഞിനെ മതി എന്ന് പറഞ്ഞ് കിടക്കയിൽ കിടന്ന് കണ്ണ് 2 ഇങ്ങനെ ഇറുക്കി വെച്ചിട്ട് കിടന്ന് കണ്ണടച്ച് പിടിച്ചിട്ട് കിടന്ന് ഉറച്ച് കിടന്ന് നിലവിളിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചിയുടെ നിലവിളിയും കേട്ടിട്ട് അങ്ങോട്ടേക്ക് രവീന്ദ്രനും രേവതിയും കൂടി പാഞ്ഞു വരികയാണ്. മുറിയിൽ വന്നിട്ട് അവർ
നോക്കുമ്പോൾ സച്ചി ഇങ്ങനെ മലമലാന്ന് പറഞ്ഞ് കിടന്നിട്ട് കണ്ണ് രണ്ടും ഇങ്ങനെ ഇറുക്കി വെച്ചിട്ട് കൈ രണ്ടും ഇങ്ങനെ വെച്ചിട്ട് വേണ്ട വേണ്ട, എനിക്ക് 4 കുഞ്ഞുങ്ങളെ വേണ്ട, എനിക്ക് ഒരൊറ്റ കുഞ്ഞിന് മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബഹളം വയ്ക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കണം, എന്താ മോളെ രേവതി, ഇവൻ എന്താ ഈ പറയുന്നത്, ഇവൻ എന്താ? അപ്പോൾ ഉടനെ രേവതി പറയണത്, എനിക്കറിയില്ല അച്ഛാ, എന്തോ സ്വപ്നം കണ്ടെന്ന് തോന്നുന്നു. ഉടനെ തന്നെ അപ്പോഴും സച്ചി സ്വപ്നത്തിലാണെങ്കിലും സച്ചി പറയണേ, എനിക്ക് വേണ്ട 4 കുഞ്ഞുങ്ങളെ, എനിക്ക് ഒരൊറ്റ കുഞ്ഞിനെ മതി എന്ന്. അപ്പോൾ ഉടനെ രവീന്ദ്രൻ പറയണേ, എൻ്റെ മോളെ നീ ഒന്ന് തട്ടി വിളിച്ചേ അവന് സ്വബോധമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഉടനെ രേവതി, സച്ചിയേട്ടാ 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 കണ്ണ് തുറക്ക് സച്ചിയേട്ടാ എന്ന് പറഞ്ഞിട്ട് രേവതി വിളിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സച്ചി ഇങ്ങനെ കണ്ണ് വെട്ടി തുറക്കുകയാണ്. എന്നിട്ടാണ്, അയ്യോ വേണ്ട, ഞാനിതെവിടെയാണ് സച്ചി ചോദിക്കുകയാണ്, അയ്യോ ഹോസ്പിറ്റൽ. അപ്പോൾ ഉടനെ രേവതി പറഞ്ഞു, ഹോസ്പിറ്റലോ, ഇത് ഹോസ്പിറ്റലല്ല, ഇത് നമ്മുടെ മുറിയാണ്. അയ്യോ രേവതി, നീ എപ്പോൾ വന്ന് രേവതി, കുഞ്ഞുങ്ങളെന്തിയേ? അപ്പം രേവതി ചോദിക്കണം, കുഞ്ഞുങ്ങളോ രേവതി, നീ പ്രസവിച്ച് 4 കുഞ്ഞുങ്ങൾ, എനിക്ക് 4 വേണ്ട, എനിക്കൊരു കുഞ്ഞിനെ മതി. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുന്നത്, 4? അച്ഛാ രേവതി പ്രസവിച്ചു അച്ഛാ, 4 കുഞ്ഞുങ്ങൾ, എനിക്ക് 4 കുഞ്ഞുങ്ങളെ വേണ്ട അച്ഛാ, എനിക്ക് വണ്ടിയുടെ അടിയോ അടയ്ക്കണം, എനിക്ക് പലിശ കൊടുക്കണം, എൻ്റെ ഒരു പൈസ ഇല്ല, 4 മക്കളെ എനിക്ക് വേണ്ട. അപ്പം തന്നെ നമ്മുടെ രേവതി അങ്ങ് ചമ്മി നാറി നാണം കെടുകയാണ്. അപ്പോൾ രവീന്ദ്രന് ചിരി വരികയാണ്. രവീന്ദ്രൻ അറിയാതെ അങ്ങ് ചിരിക്കുകയാണ് കേട്ടോ, പുള്ളിക്കാരനെ എല്ലാം മനസ്സിലായി. അങ്ങനെ രവീന്ദ്രൻ പറയണം, സച്ചി നീ സ്വപ്നം കണ്ടതാണ്, ഇവിടെ 4 കുഞ്ഞുമില്ല 5 കുഞ്ഞുമില്ല, ഇത് നിൻ്റെ മുറിയാണ് എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയോട് രവീന്ദ്രൻ പറയണം, മോളെ നീ ഇവന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കോട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ ഇറങ്ങി അങ്ങ് പോവുകയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ തട്ടിക്കിട്ട് ചോദിക്കണേ, എന്താ സച്ചിയേട്ടാ, എന്താ ഈ വിളിച്ച് പറയുന്നത്? രേവതി നീ അപ്പം പ്രസവിച്ചില്ലേ? അപ്പം രേവതി പറയണം, എന്താ നിങ്ങളീ പറയുന്നത്? ഓ എൻ്റെ ദൈവമേ, എൻ്റെ നല്ല ജീവൻ പോയി, ഞാനൊരു സ്വപ്നം കണ്ട് രേവതി, നീ പ്രസവിച്ചു 4 കുഞ്ഞുങ്ങൾ, അയ്യോ. അപ്പോൾ ഉടനെ രേവതിക്ക് നാണക്കേടും ചിരിയും കളിയും എല്ലാം കൂടെ ഒരുമിച്ച് വരികയാണ്. രേവതി ആകെ ചമ്മി നാറിയിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ ആകെ ചമ്മി നാറിയിരിക്കുകയാണ്. അപ്പോൾ ഉടനെ സച്ചി ഇങ്ങനെ നോക്കിയിട്ട്, സ്വപ്നമായിരുന്നു അല്ലേ, ഞാൻ വിചാരിച്ചേ സത്യമാണെന്ന്, ശരിക്കും പറഞ്ഞാലേ എനിക്കിത് സ്വപ്നമായിട്ട് തോന്നിയില്ല കേട്ടോ എന്നിങ്ങനെ പറയണേ. രേവതി നാണിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പം തന്നെ സച്ചി എഴുന്നേറ്റിട്ട് നേരെ രേവതി ഇങ്ങനെ നോക്കിയിട്ട് സച്ചിക്ക് നാണം. എന്നിട്ട് സച്ചി നേരെ വാഷ്റൂമിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്നിട്ട് ഇങ്ങനെ വാഷ്റൂമിൽ ഇങ്ങനെ ചരിഞ്ഞ് നിന്ന് നോക്കുകയാണ്. ചരിഞ്ഞ് നിന്ന് രേവതി നാണത്തോടെ നോക്കിയിട്ട് സച്ചി പറയണ, അതെ ഇന്നലെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ കേട്ടോ, ഇനി അതുപോലെ അബദ്ധം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിച്ചോളാം എന്നിങ്ങനെ പറയണം. അപ്പോൾ രേവതി ഇങ്ങനെ നിന്ന് ചിരിക്കുകയാണ്. ഉടനെ തന്നെ സച്ചി എന്നിട്ട് വാഷ്റൂമിനകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് രേവതി സച്ചിക്ക് കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഇടാനായിട്ട് ഡ്രസ്സ് എടുക്കുകയാണ്. ഡ്രസ്സ് എടുത്തിട്ട് രേവതിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാൻറ്റും ഷർട്ടും എടുത്തിട്ട് ആ പാൻറ്റും ഷർട്ടും ഇങ്ങനെ മാറോട് ചേർത്ത് വെച്ച് ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് നമ്മുടെ രേവതി നിൽക്കുകയാണ്. അതിനുശേഷം അത് സച്ചി കാണത്തക്ക പാകത്തിന് കട്ടിലിൻ്റെ മണ്ടയിൽ മടക്കി വെച്ചിട്ട് രേവതി മുറിവിട്ട് താഴേക്ക് പോവുകയാണ്. അപ്പോൾ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ചന്ദ്രമതി കാണുകയാണ്, രേവതിയെ കാണുകയാണ്. രേവതിയെ കാണുമ്പോൾ രേവതിയാണെങ്കിൽ എപ്പോഴും ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കുകയാണ്. രേവതിക്ക് സാധാരണ കാണുന്ന രീതിയല്ല, രേവതി ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് സ്വപ്ന ലോകത്തിൽ എന്ന പോലെയാണ് നമ്മുടെ രേവതി നടക്കുന്നത്. അപ്പോഴത്തേക്ക് ഉടനെ ചന്ദ്രമതി ഇങ്ങനെ രേവതിയെ തന്നെ നോക്കുകയാണ്. എന്നിട്ട് വിചാരിക്കും, ഇവക്കിത് എന്ത് പറ്റി, ഇവക്കിത് ഭ്രാന്ത് പിടിച്ചോ, ഇവളെന്തിനും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കുന്നത്, രാവിലെ തൊട്ടേ പല്ലെല്ലാം വെളിയിലിട്ടുകൊണ്ടാണല്ലോ നടക്കുന്നത്, ഇവക്ക് എന്താ ഇത് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ചന്ദ്രമതി രേവതിയോട് പറയണം, രേവതി. അപ്പം ചോദിക്കണേ, എന്താ അമ്മേ? എടി ചായ വേണമെന്ന് അറിഞ്ഞൂടെ? നേരം വെളുത്ത് ഇത്രയും നേരം ആയല്ലോ, ഇതുവരെ നീ ഉറക്കം എണീച്ചില്ലല്ലോ, ചായ ഇട്ട് തരണമെന്നൊന്നും നിനക്ക് തോന്നിയില്ലേ ഇതുവരെ? അയ്യോ അമ്മേ, ഇപ്പം ഇട്ടുകൊണ്ട് വരാം അമ്മേ. എന്നും ഇതുപോലെ കിടന്ന് ഉറങ്ങുന്നതല്ലല്ലോ, ഇന്നെന്താ പറ്റിയത്? ഇന്ന് അവനും ഉറക്കം എണീച്ചില്ലല്ലോ. അത് പിന്നെ അമ്മേ, അത് പിന്നെയോ? എന്തത് പിന്നെ? പെട്ടെന്ന് പോയി മര്യാദയ്ക്ക് ചായ ഇട്ടുണ്ടോ, എനിക്ക് നല്ലൊരു കോഫി മതി എന്നിങ്ങനെ പറയാണ്. അങ്ങനെ രേവതി അടുക്കളയിലേക്ക് പോവുകയാണ്.
പാലും വെള്ളമൊക്കെ മിക്സ് ചെയ്ത് അടുപ്പിൽ വെക്കുകയാണ്. ഗ്യാസ് അടുപ്പ് കത്തിച്ചു, അതിനകത്ത് വെക്കുകയാണ്. അതിനുശേഷം രേവതി ഇങ്ങനെ കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് രേവതി. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ സച്ചി വന്നതും രേവതിക്ക് ഭക്ഷണം എടുത്തുകൊണ്ട് വന്ന് വാരി കൊടുത്തതും അതുപോലെ തന്നെ രേവതിയെ ഹഗ് ചെയ്തതും പിന്നീട് ആ ഫസ്റ്റ് നൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ രേവതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ രേവതി നമ്മുടെ ചായയൊക്കെ തിളച്ച് വരുന്ന സമയത്ത് രേവതി പഞ്ചസാര ചേർക്കുമ്പോൾ രേവതി സ്വപ്നലോകത്തിൽ എന്ന പോലെ നമ്മുടെ പഞ്ചസാര ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ് രേവതി. പഞ്ചസാരയ്ക്ക് ഒരു നോൺ സ്റ്റോപ്പ് ഇല്ല, ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അതേ സമയത്ത് നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ ഇങ്ങനെ പരവേശപ്പെട്ട് നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളം പിടിച്ച്. ഇത് എന്താ രേവതിക്ക് സംഭവിച്ചത്? രേവതി എന്നും കാണുന്ന രേവതിയല്ല. സച്ചി ആണെങ്കിൽ വെളുക്കുന്നതിന് മുമ്പേ ജോലിക്ക് പോകുന്നതാണ്, ഇന്ന് പോയിട്ടുമില്ല. ഇത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചിട്ട് കിടക്കുകയാണ്. അപ്പം രവീന്ദ്രൻ ചോദിക്കുകയാണ്, എന്താ ചന്ദ്രേ, നീ എന്താ ഒരു വല്ലാണ്ടിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. അപ്പം ചന്ദ്രമതി മനസ്സിൽ വിചാരിക്കുകയാണ്, ഇനി ഇവർ തമ്മിൽ അരുതാത്തത് വല്ലതും നടന്നിട്ടുണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ചന്ദ്രമതി. അപ്പോൾ ഉടനെ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ്, എന്താ സാധാരണ കാണുന്ന കണക്കൊന്നും അല്ലല്ലോ, നീ എന്താ ഭയങ്കര ഗാഠമായ രീതിയിലൊക്കെ നീ എന്താ ഭയങ്കര എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുന്ന കണക്കുണ്ടല്ലോ. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രമതി പറയണ, ഞാനൊന്നും ചിന്തിച്ച് കൂട്ടുന്നതല്ല. രാവിലെ തൊട്ട് ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ, അവളുടെ പല്ല് 32 വെളിയിലിട്ടോണ്ടാണ് അവൾ നടക്കുന്നത്. ഏത് നേരം ഇങ്ങനെ ഇളിച്ചോണ്ട് നടക്കുക. അതിന് നിനക്കെന്താ ചന്ദ്രേ? മോള് ചിരിക്കുന്നതിന് നിനക്കെന്താ? നിനക്ക് ചിരിക്കണമെങ്കിൽ നീയും കൂടെ ചിരിക്ക്. നിനക്കെന്തിനാ അതിനിങ്ങനെയൊക്കെ പറയുന്നത്? ഓ, നിങ്ങൾക്കല്ലെങ്കിൽ അവളെ പറഞ്ഞ പിടിക്കത്തില്ലല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്. ചന്ദ്രമതിക്ക് ഭയങ്കര ടെൻഷൻ തന്നെ. അപ്പം ചന്ദ്രമതി മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര വല്ലതും സംഭവിച്ച് കാണോ, ഇനി ശ്രുതിയേക്കാളും മുമ്പേ ഇനി ഇവൾ പ്രസവിക്കോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ രേവതി ചായയൊക്കെ ഇട്ടു, അതരിച്ച് 3 കപ്പിലേക്ക് ആക്കുകയാണ്. അതിനുശേഷം ചായ കൊണ്ടുവന്ന് നമ്മുടെ ചന്ദ്രമതിക്കാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. അപ്പോഴേക്കും രവീന്ദ്രൻ അവിടെയുണ്ട്, രവീന്ദ്രന് കൊടുക്കുന്നു. നോക്കുമ്പോൾ ശ്രീകാന്ത് വരുന്നു, ശ്രീകാന്തിന് കൊടുക്കുന്നു. ചന്ദ്രമതി കോഫി ഇങ്ങനെ വായിൽ കൊണ്ടത് എന്ന് പറഞ്ഞ് ഓർക്കാനിക്കുകയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. രേവതിക്ക് അപ്പോഴും ചിരി മാറിയിട്ടില്ല മുഖത്ത് നിന്നും. അപ്പോൾ ഉടനെ തന്നെ രേവതി പറയണേ, എന്താണ് ഈ ഇട്ട് വെച്ചിരിക്കുന്നത്? ഇത് ചായയാണോ അത് പാൽപ്പായസമാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയണ, അത് കോഫി അമ്മേ. കോഫിയോ? ഇങ്ങനെയാണോ ഈ കോഫി ഇടുന്നത്? നീ എന്താണ് നേരം വെളുത്തപ്പോൾ തൊട്ടേ ആലോചിച്ചുകൊണ്ട് നടക്കുന്നത്? ഞാൻ കാണുന്നുണ്ട് നീ ചിരിച്ച് നടക്കുന്നത്. ഇതെങ്ങനെയാണ് കുടിക്കുന്നത് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ തന്നെ രവീന്ദ്രൻ പറയണേ, ഏയ് മോള് സാധാരണ നല്ലപോലെ ഇടുന്നതല്ലേ, ഇതൊരു കുഴപ്പവും കാണില്ല, നീ വെറുതെ പറയുന്നതാ. എന്നാൽ നിങ്ങളൊന്ന് കുടിച്ചു നോക്ക്. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ കോഫി ഇച്ചിരി കുടിച്ച് നോക്കുകയാണ്. കുടിച്ച് നോക്കുമ്പോൾ രവീന്ദ്രൻ അറിയാതെ ഇങ്ങനെ ആവുകയാണ്. പക്ഷേ പുള്ളിക്കാരൻ അങ്ങ് ഇറക്കുകയാണ്. നമ്മുടെ ചന്ദ്രമതിയുടെ മുന്നിൽ രേവതി കൊച്ചാക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങ് ഇറക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, നല്ല കോഫിയാണല്ലോ, കോഫിക്ക് ഒരു കുഴപ്പമില്ലല്ലേ, നിനക്കെന്താ ചന്ദ്രേ? അപ്പോൾ ഉടനെ തന്നെ പറഞ്ഞു, നല്ല കോഫിയോ ഇതോ? എടാ ശ്രീകാന്തേ, നീ ഒന്ന് കുടിച്ച് നോക്ക്. അപ്പോൾ ഉടനെ ശ്രീകാന്ത് കുടിക്കാൻ നേരത്ത് രവീന്ദ്രൻ ഇങ്ങനെ കണ്ണ് കാണിക്കായിരുന്നു, നല്ലതാണെന്ന് പറഞ്ഞേക്കണേന്ന്. അപ്പോൾ ഉടനെ തന്നെ ശ്രീകാന്ത് കുടിച്ചിട്ട് അങ്ങനെ ഐസിനങ്ങ് ഇറക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടുണ്ടല്ലോ അമ്മേ, ഈ കോഫിക്ക് എന്താ കുഴപ്പം? കോഫിയോ? അത് പാൽപ്പായസമല്ലേ, എന്തൊരു മധുരയുടെ ഇതെന്താ ഇത് എങ്ങനെ കുടിക്കാൻ പറ്റും? ഏയ് മധുരമൊന്നുമില്ല അമ്മേ, കറക്റ്റ് എല്ലാം പാകത്തിനേ ഉള്ളൂ. ഞാനിപ്പോൾ കുടിച്ചേലുള്ളൂ. ആഹാ, അങ്ങനെ വരട്ടെ. അപ്പോൾ അവൾ നിങ്ങൾക്ക് 2 പേർക്കും കറക്റ്റിന് മധുരം ചേർത്ത് തന്നിട്ട് എനിക്ക് തന്ന കോഫിയിൽ ഇഷ്ടം പോലെ പഞ്ചസാര ഇട്ട്, എടി പഞ്ചസാര പാട്ട നീ കാലിയാക്കിയോ എന്ന് ചോദിക്കണം ചന്ദ്രമതി. അതിനുശേഷം ചന്ദ്രമതി പറയണം, എനിക്കറിയാം നീ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്. എടി, ഞാൻ ഷുഗർ പേഷ്യൻ്റ് ആവാൻ വേണ്ടിയിട്ട് നീ മനഃപൂർവ്വമല്ലേ പഞ്ചസാര എല്ലാം കൂടി കുറുക്കി തന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. രേവതി അയ്യോ അല്ലമ്മേ എന്ന് പറയുന്നെങ്കിൽ രേവതിക്ക് ചിരിയാണ് കേട്ടോ. അപ്പം തന്നെ നമ്മുടെ ശ്രീകാന്ത് പറയണം, അമ്മേ ഇതൊരു വെറൈറ്റി കോഫി ആയിട്ടുണ്ട് അമ്മേ, അടിപൊളി. ഇനി റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ടേ ഇത് എനിക്കും ഒന്ന് പരീക്ഷിക്കണം. ഇത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇതിന് ഈ കോഫിക്ക് പാൽപ്പായസ കോഫി എന്നൊരു പേരിടാം. എന്തായാലും പാൽപ്പായസത്തിൻ്റെയും കോഫിയുടെയും കൂടി ഒരു മിക്സാണ്. എന്തായാലും വളരെ വെറൈറ്റി ആയിട്ടുണ്ട് ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയെ ഇങ്ങനെ പുകഴ്ത്തി കൊടുക്കുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ പിന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചിയാണ്. സച്ചി ഇങ്ങനെ വാഷ്റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. പുറത്തോട്ട് ഇറങ്ങിയിട്ട് സച്ചി ഇങ്ങനെ ആലോചിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ നടന്ന കാര്യങ്ങളൊക്കെ സച്ചി ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്ക് രേവതിയുമായിട്ടുള്ള ആ സംഭവങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അതിനുശേഷം സച്ചി ആലോചിക്കുന്നത് ഈ രേവതി പ്രസവിച്ചു 4 കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കൊടുക്കുന്നതും ആ ഒരു സ്വപ്നത്തിൻ്റെ ഭീകരത നമ്മുടെ സച്ചി ആലോചിക്കുകയാണ്. ഉടനെ സച്ചി, ഈശ്വര ചതിച്ചോ, ഇനി എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇനി 4 കുഞ്ഞുങ്ങളെ അങ്ങനെ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും?
ഇതിന് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് സച്ചി നേരെ താഴേക്ക് വരികയാണ്. താഴേക്ക് വരുന്ന സമയത്ത് ഇവരെല്ലാവരും കോഫിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ സച്ചി താഴേക്ക് വന്നിങ്ങനെ ഇറങ്ങുന്നതും കാണിക്കുന്നു. അതിന് തൊട്ട് മുന്നിലായിട്ട് നമ്മുടെ ശ്രുതിയും കൂടി താഴേക്ക് വരികയാണ്. എന്നിട്ട് ശ്രുതി ചോദിക്കണേ, ഞങ്ങൾക്കും ഇല്ലേ കോഫി എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ചന്ദ്രമതി പറയാണ്, അയ്യോ മോളെ, നീ കോഫിയൊന്നും കുടിക്കല്ലേ, ശ്രുതി നീയും കുടിക്കല്ലേ, ഇത് കോഫിയല്ല, ഇത് ഞങ്ങളെയൊക്കെ ഷുഗർ പേഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ടേ മധുരം കുറുക്കി വെച്ചിരിക്കുക. ഇവളെന്തൊക്കെയോ നേരം വെളുത്തപ്പോഴേ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുകയാണ്. ഇവളെന്തൊക്കെയോ ആലോചിച്ച് കൂട്ടിയിട്ടേ പഞ്ചസാര പാട്ട കാലിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് കുടിക്കല്ലേ നിങ്ങൾ എന്നും പറഞ്ഞിട്ട് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ശ്രുതി പറയാണ്, എന്നാലും ഞാൻ കുടിച്ചു നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ സച്ചി പാഞ്ഞുകൊണ്ട് താഴേക്ക് വരികയാണ്. എന്നിട്ട് അച്ഛാ അവിടെ നിൽക്കച്ചാ, എനിക്ക് അച്ഛനോടൊരു സംശയം ചോദിക്കണം. അപ്പോൾ ഉടനെ രവീന്ദ്രൻ ചോദിക്കണേ, എന്താ മോനെ, എന്താ സച്ചി? അത് പിന്നെ അച്ഛാ, അതെ അച്ഛൻ ഞാനൊരു കാര്യം ചോദിച്ചാലേ അച്ഛൻ എനിക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരണം. എന്താ? അത് പിന്നെ അച്ഛമ്മയുടെ വിവാഹം കഴിഞ്ഞിട്ടേ എത്ര നാൾ കഴിഞ്ഞപ്പോഴാണ് അച്ഛനെ പ്രസവിച്ചത്? അച്ഛൻ തേഞ്ഞു കേട്ടോ. അപ്പോൾ ഉടനെ അച്ഛൻ ചോദിക്കണേ, എടാ ഇത് എന്തൊരു സംശയമാണ് സച്ചി നിൻ്റേത്? പറയച്ചാ, എനിക്ക് ഒരു സമാധാനം ഇല്ല അച്ഛാ, എൻ്റെ സമാധാനം മുഴുവനും നശിച്ചച്ചാ. പറയച്ചാ പ്ലീസ് അച്ഛാ. എടാ അതൊക്കെ എനിക്കെങ്ങനെ അറിയാനൊക്കും? എനിക്കതൊക്കെ എങ്ങനെ പറയാൻ പറ്റും സച്ചി? എനിക്കതൊന്നും അറിയില്ല. അച്ഛമ്മ ഒരു സൂചന പോലും അച്ഛന് തന്നിട്ടില്ലേ? ചെറുക്ക, ഞാൻ എന്താ ഇതിനൊക്കെ മറുപടി പറയേണ്ടത്? എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിൽ പിന്നെ ഒരു കാര്യം പറ, അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ എത്ര നാൾ കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ ഈ ശ്രുതിപ്പയ്യൻ ജനിച്ചത് എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ഉടനെ ശ്രുതിക്ക് നാണാവുകയാണ്. ശ്രുതിക്കും ഒക്കെ നാണാവുകയാണ്. രേവതി അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ ഇതൊക്കെ എന്തൊക്കെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി ആണെങ്കിലോ ഇതെന്താണ് ഇവൻ വായിന്ന് വീഴുന്നതെന്നറിയാതെ ചന്ദ്രമതി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സച്ചി ചോദിക്കുന്നത്, പറ അച്ഛ, അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ സുധിപ്പയ്യൻ ജനിച്ചത്? പറ പ്ലീസ് അച്ഛ, ഞാൻ ആകെ എൻ്റെ ടെൻഷൻ അച്ഛനൊന്ന് മനസ്സിലാക്ക്. അപ്പോൾ ഉടനെ രവീന്ദ്രൻ പറയണേ, അത് പിന്നെ ഞാനെന്ത് പറയാനാണ്, എനിക്കറിയില്ല എന്ന് പറയണം. എന്തച്ഛാ, അച്ഛൻ അറിഞ്ഞൂടെ അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞ് എത്ര നാളായപ്പോഴാണ് അച്ഛന് ശ്രുതി ജനിച്ചതെന്ന് അച്ഛൻ അറിഞ്ഞൂടെ? എടാ അതൊന്നും എനിക്കറിയില്ല. അതെന്താ? എടാ എത്ര നാളായടാ, അതൊക്കെ ഇപ്പോൾ ആരെങ്കിലും ഓർത്ത് വെച്ചുകൊണ്ടിരിക്കാനാണോ? നീ ഒരു കാര്യം ചെയ്യ്, ദേ നിൽക്കുന്നു നിൻ്റെ അമ്മ, നീ നിൻ്റെ അമ്മയോട് തന്നെ ചോദിക്ക് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ രവീന്ദ്രൻ. അങ്ങനെ നമ്മുടെ സച്ചിയുടെ ഒടുക്കത്തെ സംശയം കൊണ്ട് സച്ചി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എപ്പിസോഡ് കഴിയുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.